ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെന്തക്കോസ്താ തിരുനാളിലെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹത്തോടെ ആശംസിക്കുന്നു. പരിശുദ്ധ മറിയത്തിൻ്റെ മേലും സ്ലീഹന്മാരുടെ മേലും പരിശുദ്ധാത്മാവ് സവിശേഷമായ വിധം അഗ്നിനാവുകളായി ഇറങ്ങി വന്ന ആ പുണ്യപ്പെട്ട ദിനത്തിൻ്റെ ഓർമ്മ, സഭയ്ക്ക് ജന്മം നൽകപ്പെട്ട ദിവസം, അങ്ങനെ ആ പരിശുദ്ധമായ സഭയിൽ അംഗമായി തീരാനുള്ള ഭാഗ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത്. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിൽ വിശുദ്ധ മാമോദീസായിലൂടെയാണ് നമ്മൾ അംഗത്വം പ്രാപിച്ചത്. കൂദാശകളിലൂടെ, ദൈവവചന ശ്രവണത്തിലൂടെ, വചനാനുഭവത്തിലൂടെ, പ്രാർത്ഥനയിലൂടെയൊക്കെ നമ്മൾ ഈ അനുഭവത്തിൽ വളരേണ്ടതുണ്ട് എന്നുള്ളതാണ് സത്യം. പെന്തക്കോസ്താ അനുഭവം ഒരിക്കൽ മാത്രം സംഭവിച്ചതാണ് എന്നല്ല ചിന്തിക്കേണ്ടത്, മറിച്ച് അത് വ്യക്തിപരമായ ജീവിതത്തിലും സർവോപരി സഭാത്മക ജീവിതത്തിലും അത് നവീകരിക്കപ്പെടേണ്ടതുണ്ട്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ദർശനം തന്നെ പുതിയ പെന്തക്കോസ്താ അനുഭവം എന്ന് തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. സഭയിലെ പുതിയ പെന്തക്കോസ്തയായിട്ടാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കാണുന്നത്. സഭയെ നവീകരിച്ച, ശക്തീകരിച്ച, നവമായ അഭിഷേകം നൽകി വളർത്തുന്ന ഒരു വലിയ കൗൺസിൽ. അങ്ങനെ ചിന്തിക്കുമ്പോൾ സഭയിലെ നവീകരണം സംഭവിക്കണം. സഭയുടെ നവീകരണം വ്യക്തിപരമായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും സംഭവിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിൽ നിറയണം. മാമോദീസായിലൂടെ ആരംഭിച്ച ഈ കൃപാവരത്തിൻ്റെ ജീവിതം അനുദിനം എന്ന വിധം പരിശുദ്ധാത്മാവിൽ നവീകരിക്കപ്പെടാനുള്ളതാണ്. പെന്തക്കോസ്താ ദിവസം അതിനുള്ള വലിയൊരു കൃപ നമുക്ക് ലഭിക്കാനിടയാവട്ടെ. തീക്ഷ്ണമായി പ്രാർത്ഥിച്ച് ആ കൃപാവരത്തിന് വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ തീക്ഷ്ണമായി നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് ജീവിത വിശുദ്ധിയുടെ അടയാളങ്ങളായിട്ട് മാറുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ നിറയാൻ തീക്ഷ്ണമായി നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഈ അനുഗ്രഹീത ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി പ്രാർത്ഥനാപൂർവ്വം നേരുന്നു.